നമസ്കാരം. 2023 സെപ്റ്റംബർ 5-ാം തീയതി ISRO വിക്ഷേപിച്ച സൂര്യ പര്യവേക്ഷണത്തിനുള്ള ആദിത്യ L1 ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ചെ പോയിന്റിലെ ഹാലോ ഓർബിറ്റിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കി എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ച വലിയ ഒരു വാർത്തയാണ്. ആദിത്യ സൂര്യപര്യവേക്ഷണത്തിനുള്ള ഉപഗ്രഹമാണ് എന്നറിയാം. അത് വളരെ വിജയകരമായി വിക്ഷേപിച്ചു, എത്തേണ്ടിടത്തെത്തി എന്നതിനപ്പുറം എന്താണ് ഈ ലഗ്രാഞ്ചെ പോയിന്റ്, എന്താണ് ഈ ഹാലോ ഓർബിറ്റ്, ഇതെല്ലാം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ചില വാക്കുകളാണ്. നമുക്കിന്ന് ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാം. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 2010-2008 ആ കാലഘട്ടത്തിലാണ് ISRO സൂര്യപര്യവേക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആദിത്യ എന്ന പ്രോജക്റ്റ് സമർപ്പിച്ചതും അത് അപ്രൂവ് ആയതും. അന്ന് മുതൽ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. ആദ്യം ഇതിനെ വിഭാവനം ചെയ്തിരുന്നത് ഭൂമിയുടെ തന്നെ ഒരു ഓർബിറ്റിൽ സൺ സിങ്ക്രണൈസ്, എപ്പോഴും സൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു ഓർബിറ്റിൽ, അതായത് നമ്മുടെ PSLVയിൽ വിക്ഷേപിച്ച് ഭൂമിയുടെ 2 ധ്രുവങ്ങളെ വലം വെക്കുന്ന രീതിയിൽ എപ്പോഴും സൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ആദ്യം ഇത് വിഭാവനം ചെയ്തത്. എന്നാൽ പിന്നീട് അതിന് കൂടുതൽ ബജറ്റൊക്കെ അലൊക്കേറ്റ് ചെയ്തു. അപ്പോഴാണ് ഇത് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വേണ്ടി ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് ഈ ഉപഗ്രഹത്തെ പ്ലേസ് ചെയ്യാം എന്ന് കരുതിയത്. എന്താണ് ലഗ്രാഞ്ചെ പോയിന്റ്? നമുക്കറിയാം, ഭൂമിയും സൂര്യനും 2 വലിയ ഗോളങ്ങളാണ്. സൂര്യൻ വളരെ വളരെ വലിയൊരു ഗോളമാണ്. ഈ സൂര്യനെ ഭൂമി വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് 365 ദിവസം എടുത്തുകൊണ്ട്. ഭൂമിയും സൂര്യനും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണം ഉള്ളതുകൊണ്ടാണ് ചെറിയ ഗോളമായ ഭൂമി സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചലനമില്ലെങ്കിൽ ഭൂമി സൂര്യനിലേക്ക് വീണുപോകും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ഒരു കല്ല് കയ്യിൽ കെട്ടി കറക്കുകയാണെങ്കിൽ ആ കറക്കം നിന്നാൽ എന്താണ് സംഭവിക്കുക? ആ കല്ല് കയ്യിൽ വന്നിടിക്കും, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതല്ലേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കണം. ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങുമ്പോൾ നമുക്കറിയാം, കല്ല് കയ്യിൽ കെട്ടി കറങ്ങുമ്പോൾ ആ കല്ലിൽ 2 ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപീറ്റൽ ഫോഴ്സും. ഇത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൈ ഈ കല്ലിനെ ഇങ്ങോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഈ കല്ല് നമ്മളിൽ നിന്ന് വിട്ടുപോകാനും ശ്രമിക്കുന്നുണ്ട്. ഈ 2 ഫോഴ്സ് അവിടെ ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കയ്യിൽ കെട്ടി നമ്മൾ ഈ ചരടിൽ കെട്ടി കറക്കുമ്പോൾ ഈ കല്ല് അതിങ്ങനെ കറങ്ങുന്നത്. ഇങ്ങനെ ഈ ആകർഷിക്കുന്ന മാർഗം, ഈ കല്ല് കയറിൽ കെട്ടിയല്ലേ നമ്മൾ കറക്കുന്നത്, ആ നൂലിൽ കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബലം വരുന്നുണ്ട്. ഈ 2 ബലങ്ങളും ഒരുപോലെയാകുന്ന പെർഫെക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ഭാഗം ഈ നൂലിൽ ഒരിടത്തുണ്ട്. നമ്മുടെ കൈയുടെ ബലം കൂടുതലായതുകൊണ്ടും കല്ലിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറവായതുകൊണ്ടും അത് കഴിയുന്നത്ര കല്ലിനോട് അടുത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും. അവിടെയാണ് ഈ 2 ബലങ്ങൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം വരുന്നത്. അതായത് ഈ 2 ബലങ്ങളും ഫലത്തിൽ പൂജ്യമാകുന്ന അവസ്ഥ, ആ പോയിന്റ്. സൂര്യനും ഭൂമിയും അതേപോലെ പരസ്പരം ആകർഷിക്കുന്ന ഗോളങ്ങൾ, സൂര്യനും ഭൂമിയും ചന്ദ്രനും, ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും ഇതേപോലെ പരസ്പരമുള്ള ഗുരുത്വാകർഷണം പൂജ്യമായി മാറുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടാത്ത ചില പോയിന്റുകൾ സ്പേസിലുണ്ട്. അതുപോലെ ഭൂമിയും സൂര്യനും തമ്മിലും ഉണ്ട്. ഈ പോയിന്റുകൾക്കാണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന മഹാനായ ജോസഫ് ലഗ്രാഞ്ചെ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ലഗ്രാഞ്ചെ പോയിന്റുകൾ കണക്കാക്കിയെടുത്തത്, കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ആ പോയിന്റുകൾക്ക് ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന പേര് വന്നത്. അങ്ങനെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആകർഷണം ഫലത്തിൽ പൂജ്യമാകുന്ന ചില പോയിന്റുകൾ ഉണ്ട്. 5 പോയിന്റുകളാണ് അങ്ങനെ ഉള്ളത്. L1, L2, L3, L4, L5. ഈ പോയിന്റുകൾക്കാണ് L എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചെ എന്നുള്ളത്. ഈ 5 പോയിന്റുകളാണുള്ളത്. അതിൽ L1, L2, L3 എന്നുള്ളത് ഭൂമിയുടെയും സൂര്യൻ്റെയും നേർരേഖയിൽ തന്നെ ഉള്ളതാണ്. L1 എന്ന പോയിന്റ് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള പോയിന്റാണ്. L2 എന്നുള്ളത് ഭൂമിക്ക് പുറത്ത്, ഒരേ നേർരേഖയിൽ തന്നെ ഭൂമിക്ക് പുറത്ത് ഉള്ള പോയിന്റാണ്. L3 എന്നുള്ളത് അതേ നേർരേഖയിൽ തന്നെ സൂര്യന് അപ്പുറമുള്ള പോയിന്റാണ്.
ഇത് നേർരേഖയിലാണ് ഈ പോയിന്റ്. എന്നാൽ L4 L5 എന്ന 2 പോയിന്റുകൾ കൂടിയുണ്ട്. അത് സൂര്യനും ഭൂമിയെയും അതിൻ്റെ സെൻറ്ററുകൾ കണക്ട് ചെയ്ത് ഒരു ത്രികോണം വരച്ചാൽ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ വശങ്ങളും ഒരുപോലെയുള്ള ത്രികോണം വരച്ചാൽ ആ ത്രികോണത്തിൻ്റെ 3ാമത്തെ പോയിന്റിലാണ് L1. അടുത്ത ആ ത്രികോണം നേരെ തിരിച്ചിട്ടാൽ അതിൻ്റെ താഴത്തെയാണ് L5. ഇങ്ങനെയാണ് 5 ലഗ്രാഞ്ചെ പോയിന്റുകൾ ഉള്ളത്. ഈ പോയിന്റുകളിൽ തന്നെ ഈ ഒരു ഉപഗ്രഹം പ്ലേസ് ചെയ്താൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ബഹിരാകാശ വാഹനത്തിൽ, സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ വാഹനത്തിൽ, അത് ഭൂമിയെ ചുറ്റുന്നതായിക്കോട്ടെ ചന്ദ്രനെ ചുറ്റുന്നതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ഒരു കൃത്രിമോപഗ്രഹത്തിൽ ഒരുപാട് ബലങ്ങൾ അനുഭവപ്പെടും. ഇപ്പോൾ ഭൂമിയെ വലം വെക്കുന്ന ഒരു ബഹിരാകാശ വാഹനത്തിൽ ഭൂമിയുടെ ആകർഷണം ഉണ്ടാകും, ചന്ദ്രൻ്റേതുണ്ടാകും, സൂര്യൻ്റെ ഉണ്ടാകും. അങ്ങനെ പല അഭൗമ വസ്തുക്കളുടെയും അഭൗമ ഗോളങ്ങളുടെയും ബലങ്ങൾ ഒരു ബഹിരാകാശ വാഹനത്തിൽ ഉണ്ടാകും. ഈ ബലങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ആ ഉപഗ്രഹം ആ ഭ്രമണപഥത്തിൽ, ആ പോയിന്റിലെ ആ ഭ്രമണപഥത്തിൽ സ്റ്റേബിളായിരിക്കില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അതിങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ തെന്നി മാറുമ്പോൾ ആ ഉപഗ്രഹത്തെ ആ ഭ്രമണപഥത്തിൽ നിർത്താൻ ത്രസ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരും. കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്താണ് ത്രസ്റ്ററുകൾ എന്ന് പറഞ്ഞു. ചെറു റോക്കറ്റുകൾ, ഈ ഉപഗ്രഹത്തിൽ, ഈ ബഹിരാകാശ പേടകത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ചെറു റോക്കറ്റുകളാണത്. ആ ചെറു റോക്കറ്റുകൾ പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ മാറാൻ തുടങ്ങുമ്പോൾ അന്നേരം അതിനെ പിടിച്ചു നിർത്തണം. ചില ഈ നഴ്സറി കുട്ടികളെ പോലെയാണത്. ഒരവസരം കിട്ടുമ്പോൾ അങ്ങോട്ട് ഓടും, അപ്പോൾ അവനെ പിടിച്ചകത്തിടണം. വേറൊരിടത്തോട്ട് പോകുമ്പം അവിടെ നിന്നും പിടിച്ചിങ്ങനെ നിർത്തണം. ഇങ്ങനെ ഈ പ്രോസസ്സ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ബഹിരാകാശ പേടകത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ, അതിൻ്റെ പാതയിൽ എപ്പോഴും സ്റ്റേബിളായി ഉറപ്പിച്ച് നിർത്താൻ കഴിയുകയുള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ത്രസ്റ്ററുകളിലെ ഇന്ധനം തീരും. ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഉപഗ്രഹം, ഈ ബഹിരാകാശ പേടകം അതിൽ നിന്ന് തെന്നിമാറി എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോയി അങ്ങനെയാണ് ബഹിരാകാശ പേടകങ്ങളുടെ ആയുസ് അവസാനിക്കുന്നത്. എന്നാൽ ഈ ലഗ്രാഞ്ചെ പോയിന്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഈ ലഗ്രാഞ്ചെ പോയിന്റിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന 2 പ്രധാന ബലങ്ങൾ ഏതാണ്? ഒന്ന് സൂര്യൻ്റെയും ഒന്ന് ഭൂമിയുടെയും ആകർഷണ ബലങ്ങളാണ്. ആ ആകർഷണ ബലങ്ങൾ അവിടെ 0ആണ്. ആ 0ആവുന്ന ആകർഷണ ബലങ്ങൾ ആ പോയിന്റിൽ അതിനെ നിർത്തിയാൽ ഈ ബലങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒഴിവാക്കുമ്പോൾ ത്രസ്റ്ററുകൾ ഒരുപാട് പ്രവർത്തിപ്പിക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഉപഗ്രഹത്തിൻ്റെ ആയുസ് സ്വാഭാവികമായി കൂടും. സാധാരണ ഒരു ഭ്രമണപഥത്തിൽ 5 വർഷം പ്രവർത്തിക്കേണ്ട ബഹിരാകാശ പേടകം ഈ ലഗ്രാഞ്ചെ പോയിന്റുകളിലാണെങ്കിൽ 20ഉം 25ഉം വർഷം പ്രവർത്തിക്കും. അതാണ് ലഗ്രാഞ്ചെ പോയിന്റുകളുടെ ഗുണം. ഇവിടെ ഈ L1 എന്നുള്ള പോയിന്റ് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലാണ്. ആ പോയിന്റിൽ ഈ ഉപഗ്രഹത്തിനെ പ്ലേസ് ചെയ്താൽ അതെപ്പോഴും സൂര്യന് അഭിമുഖമായിരിക്കും. ഭൂമിയോടൊപ്പം തന്നെ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യും. ഈ ലഗ്രാഞ്ചെ പോയിന്റുകൾ L1ഉം L2ഉം ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ അഥവാ 15 ലക്ഷം കിലോമീറ്റർ ദൂരെയാണ്. ഇതാണ് ആ പോയിന്റുകളുടെ പ്രത്യേകത. സൂര്യനെ നിരീക്ഷിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഈ ഉപഗ്രഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള ഈ ലഗ്രാഞ്ചെ പോയിന്റിലാണ്. എന്നാൽ കുറച്ചു നാൾ മുമ്പ്, 1-2 വർഷം മുമ്പ്, അമേരിക്ക ജെയിംസ് വെബ് എന്ന് പറഞ്ഞ ഒരു പടുകൂറ്റൻ ദൂരദർശിനി ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ആ ദൂരദർശിനി പ്ലേസ് ചെയ്തിരിക്കുന്നത് L2 പോയിന്റിലാണ്. അത് ഭൂമിക്ക് പുറത്ത്, അതായത് സൂര്യൻ, ഭൂമി, അത് കഴിഞ്ഞുള്ള പോയിന്റിലാണ് ജെയിംസ് വെബിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ്? അത് അഭിമുഖീകരിക്കുന്നത് പ്രപഞ്ചത്തെയാണ് മുഴുവനും. സൗരയൂഥത്തിന് പുറത്തേക്കാണ് അത് ദൃഷ്ടി പായിക്കുന്നത്. അതുകൊണ്ടാണ് ആ ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ L2വിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സൂര്യന് നേരെ തിരിഞ്ഞിരിക്കേണ്ടതുകൊണ്ടും സൂര്യനെ നിരീക്ഷിക്കേണ്ടതുകൊണ്ടും ആണ് ആദിത്യയെ L1ൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ ആഘോഷം അതല്ലല്ലോ. ഇപ്പോഴത്തെ ആഘോഷം എന്ന് പറയുന്നത് ഹാലോ ഓർബിറ്റിൽ ഒരു ഭ്രമണം ആദിത്യ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ്. എന്താണപ്പോൾ ഈ ഹാലോ ഓർബിറ്റ്? അകപ്പാടെ കൺഫ്യൂഷനായല്ലോ. ഒരു പോയിന്റിലേക്കാണെന്ന് പറയുകയും ചെയ്യുന്നു, അവിടെ ഒരു പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്നു പറയുന്നു. ഏതെങ്കിലും ഒന്ന് പറയും നിങ്ങൾ. ഒന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ L1, L2, L3
ഈ 3 ലഗ്രാഞ്ചെ പോയിൻറ്റുകൾ സ്റ്റേബിൾ അല്ല. 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്നുള്ളതറിയാം. പക്ഷേ ഈ പോയിൻറ്റുകൾ ഈ ഭൂമിയുടെയും സൂര്യൻ്റെയും ഈ ആകർഷണങ്ങൾക്ക് ഓരോ സമയത്ത് അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എപ്പോഴും ഒരേപോലെയല്ല. അത് പൂർണ്ണമായ ഒരു സർക്കുലർ ഓർബിറ്റ് അല്ല, അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്, അതായത് ദീർഘവൃത്തമാണ്. അപ്പോൾ ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസും അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ. ആ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഈ ആകർഷണത്തിനും വ്യത്യാസം വരുമല്ലോ. ആ ആകർഷണത്തിന് വ്യത്യാസം വരുമ്പോൾ ഈ പോയിൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു സർക്കുലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു നട്ട് ഷേപ്പ്, ഒരു പറങ്കേണ്ടി ഇടവലിൻ്റെ ഷേപ്പിൽ ഈ പോയിൻറ്റും ഇതിൻ്റെ ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഉപഗ്രഹത്തിനെ ആ പോയിൻറ്റിലേക്ക് പ്ലേസ് ചെയ്താൽ ആ പോയിൻറ്റിലൂടെ ആ ഉപഗ്രഹവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. മാറണ്ടേ? വേണമല്ലോ. ആ പാത്തിനാണ് ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഹാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമാണത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ സൂര്യന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥം എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്, അത് സാങ്കല്പികമല്ല. കാര്യം ഭൂമി എന്ന് പറയുന്നത് ഉള്ള ഒരു സാധനമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ അവിടെ ഉണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് യഥാർത്ഥമായി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭ്രമണപഥം ഹാലോ അല്ല. എന്നാൽ ഈ ലഗ്രാഞ്ചെ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാത്രമാണ്. അവിടെ ഭൂമിയെപ്പോലെയോ ചന്ദ്രനെ സൂര്യനെ പോലെയോ ഒരു സാധനം ഇല്ല. അത് വെറുതെ ഇങ്ങനെ ആ പോയിൻ്റ് അങ്ങനെ തന്നെ മൂവ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിന് ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. ആ L1 ഹാലോ ഓർബിറ്റിൽ ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങി വരാൻ 178 ദിവസം വേണം. ആ 178 ദിവസം ആദിത്യ L1 പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. ഇപ്പോൾ ലഗ്രാഞ്ചെ പോയിൻറ്റുകൾ എന്താണ് ഹാലോ ഓർബിറ്റ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഈ ലഗ്രാഞ്ചെ പോയിൻറ്റുകൾ ഉണ്ട്. 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള 2 അഭൗമ വസ്തുക്കൾ തമ്മിലുള്ള ഒരു ജിയോമെട്രിക്കൽ സിസ്റ്റത്തിൽ ലഗ്രാഞ്ചെ പോയിൻറ്റുകൾ ഉണ്ടാകും. എന്നാൽ L4ഉം L5ഉം അവ ഇതുപോലെ കറങ്ങുന്നതല്ല, അവ സ്റ്റേബിളാണ്. എന്നാൽ L1ഉം L2ഉം L3യും ഈ പ്ലെയിനിലാണ്, ഈ ഒരൊറ്റ നേർരേഖയിലാണ് ഈ വികർഷണങ്ങൾ വരുന്നത്. അതുകൊണ്ട് അവ അൺസ്റ്റേബിളുമാണ്. ആ അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഹാലോ ഓർബിറ്റിലാണ് വരുന്നത്. ഇങ്ങനെ തന്നെയാണ് ജെയിംസ് വെബും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യനും ഭൂമിയും ചന്ദ്രനും തമ്മിലുണ്ട് ഇതുപോലെ ലഗ്രാഞ്ചെ പോയിൻറ്റുകൾ. പക്ഷേ എന്നാൽ ആ ലഗ്രാഞ്ചെ പോയിൻറ്റുകൾക്ക് നമുക്ക് ടെക്നോളജിക്കലി വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഉപഗ്രഹത്തിൻ്റെ 5-6 വർഷത്തെ ആയുസ് 15ഉം 20ഉം വർഷമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കൃത്യമായി ഈ 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഈ പോയിന്റിലേക്ക് ഒരു ബഹിരാകാശ പേടകത്തെ എത്തിക്കുക എന്നുള്ളത് വളരെ 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 ടെക്നോളജിക്കലായിട്ട് സങ്കീർണതകൾ നിറഞ്ഞതാണ്. അപാരമായ അറിവും ജ്ഞാനവും പരിചയവും ആത്മവിശ്വാസവും എല്ലാം ഉള്ള ഒരു ടീമിന് മാത്രമേ ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് വിജയകരമായി ഒരു ബഹിരാകാശ പേടകത്തെ എത്തിക്കാൻ കഴിയുകയുള്ളൂ. അത് നമുക്കിന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ട് ആദിത്യ L1 വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ വരാം. എന്തിനപ്പോൾ ഈ സൂര്യനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു? സൂര്യനെ ഇവിടെ നമുക്ക് കാണാമല്ലോ. അവിടെ ചെന്ന് നിന്ന് നിരീക്ഷിക്കേണ്ട കാര്യം എന്താ? അല്ല, ഇവിടെ നിന്ന് നമ്മൾ സൂര്യനെ കാണുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടെയാണ് സൂര്യനെ കാണുന്നത്. അതിനൊരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്നത് കാണുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. എന്തിനാണ് സൂര്യനെ കാണുന്നത്? സൂര്യനിൽ നിന്നുള്ള സൗരവാതങ്ങൾ, കോസ്മിക് റേസ്, അയോണുകളുടെ പ്രവാഹം, ഇതെല്ലാം സൂര്യനിൽ നിന്ന് ഭൂമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന ധ്രുവദീപ്തികളുണ്ട്. അതെല്ലാം സൂര്യനിൽ നിന്നുള്ള അയോണുകളുടെ പ്രവാഹത്തിൻ്റെ ഫലമാണ്. ചില സമയങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള ഈ സൗരവാതങ്ങളുടെ പ്രവാഹം കാരണം നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷനെയൊക്കെ അത് ബാധിക്കാറുണ്ട്. അത് ഇവയെപ്പറ്റിയൊക്കെ വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് ആദിത്യയുടെ ഉദ്ദേശം. അവയൊക്കെ പഠിച്ചാൽ മാത്രമേ അവ നാളെ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാൻ കഴിയും എന്ന് ചിന്തിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ വളരെ വലിയ ഒരു ദൗത്യമാണ് ആദിത്യ L1-നുള്ളത്. അങ്ങനെ ആദിത്യ L1 ഹാലോ ഓർബിറ്റിലെ L1 പോയിന്റിലെ ഹാലോ ഓർബിറ്റിലെ ഒരു ഭ്രമണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയും നമുക്ക് ഒരുപാട് വിവരങ്ങൾ ആദിത്യ നൽകിക്കൊണ്ടേയിരിക്കും. അത്
ഭാവിയിൽ മനുഷ്യരാശിക്ക് തന്നെ ഒരുപാട് പ്രയോജനം ചെയ്യുന്നവയുമാണ്. നമസ്കാരം.